Good morning. Good morning. Good morning, everybody. Good morning. Good morning, ma'am. Good morning, Fatima. മാം സോ എവിടെ ചേർക്കല് എന്നൊന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞായിരുന്നേ. എന്താണ് ഫാത്തിമ? സോ ഇല്ലേ, സോ സോ അതെവിടെ എങ്ങനെ ചേർക്കലെന്ന് എക്സാമ്പിൾ വൈസ് പറഞ്ഞായിരുന്നേ. ഇപ്പോ അവന് പനിയാണ്, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല എന്ന് നമുക്ക് ഒന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സോ ഉപയോഗിക്കാം. സോ അതായത് എന്താണ്, അവന് പനിയുണ്ട്, അപ്പൊ എന്താ പറയും? ഹി ഹാസ് ഫീവർ, സോ ഹി കാൺ അറ്റൻഡ്, അല്ലെ? ഹി കാൺ അറ്റൻഡ് ദ ക്ലാസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് സോ ഉപയോഗിക്കാം. പിന്നെ വേറൊരു കേസിൽ നമുക്ക് സോ ഉപയോഗിക്കാനുണ്ട്. ഇപ്പോ ചായ വളരെ ചൂടാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ? ആ ഒരു കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സോ ഉപയോഗിക്കാം. കേട്ടോ ഫാത്തിമ? ഓക്കെ മാം. എല്ലാരും വന്നോട്ടെ കേട്ടോ. രജനി ആരാണ്? രജനി ആദ്യമായിട്ടാണ് ഈ ക്ലാസ്, അല്ലെങ്കിൽ ഓൾറെഡി ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ രജനി? യെസ് മാം. ആദ്യമേ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഐഡി തന്നെയാണോ കേറിയിരുന്നേ? ഇതിൽ തന്നെയാണോ കേറിയിരുന്നേ? അതെ, ഇന്ന് കുറച്ച് വൈകി പോയി. അത് ശരി. ഗുഡ് മോർണിംഗ് മാം. ഒന്ന് വന്നോട്ടെ കേട്ടോ എല്ലാവരും, എന്നിട്ട് തുടങ്ങാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഫൗദ. Good morning. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത് അറിയോ? വരെ നമ്മൾ സ്റ്റോപ്പ് നിർത്തിയത് എവിടെ നിന്ന് തുടങ്ങിയ? വിച്ച് ദാറ്റ് എല്ലാം ചേർക്കുക. വിച്ച് ദാറ്റ് ഉപയോഗിക്കുന്നത്, അത് എന്റെ ഉപയോഗം പഠിച്ചല്ലോ. വിച്ച് ദാറ്റ് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്? എന്താണ്? എന്താണ് കേട്ടില്ല? ഹൂമും ഹൂസും ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. അതൊക്കെ പഠിപ്പിച്ചു അല്ലേ? നമുക്കിനി തുടങ്ങാം കേട്ടോ. In the former class, which we had discussed about how to the uses of which and that, and when will we use who, whose, whom. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? Do you remember? Okay. Then relative pronoun തന്നെ അല്ലേ?
ഓക്കെ, റിലേറ്റീവ് പ്രോനൗണില് ഈ റിലേറ്റീവ് പ്രോനൗണിനെ തന്നെ നമുക്ക് എന്താണ് നോൺ ഡിഫൈനിങ് എന്നും ഡിഫൈനിങ് എന്നൊക്കെ നമുക്ക് റിലേറ്റീവ് ക്ലോസസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി ക്ലോസസ്, റിലേറ്റീവ് ക്ലോസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ടോ ക്ലോസിനെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ ക്ലോസ് എന്ന് പറയുന്നത്? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലോസ് എന്ന് പറയുന്നത് ഈ റിലേറ്റീവ് ക്ലോസ്, ഈ റിലേറ്റീവ് ക്ലോസിന് എന്താണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. റിലേറ്റീവ് ക്ലോസ്, ഈ ക്ലോസിനെ നമുക്ക് ഡിഫൈനിങ് എന്നും നോൺ ഡിഫൈനിങ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. The clauses are distinguishing two, that is defining and non-defining. That defining, that gives, defining means in a defining sentence there is that gives us more information, that gives information that is necessary, അല്ലേ? അതായത് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നമുക്ക് എവിടെ നിന്ന് കിട്ടുള്ളൂ? We will get the necessary information from that defining clause. And then the non-defining clause, that explaining the information, that explaining that not necessary informations. അല്ലെ? എന്താണ് എന്തുകൂടി with the informations that is not necessary. ഒരു നെസസറി അല്ലാത്ത ഇൻഫർമേഷൻസ് കൂടി എന്ത് ചെയ്യുന്നു? ആര് ഡെലിവർ ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. നോട്ട് ഡിഫൈനിങ്ങില് എന്താണ് നമ്മൾക്ക് തരുന്നു. ദാറ്റ് ഗിവ്സ് മോർ ഇൻഫർമേഷൻസ് ദാറ്റ് ഇസ് നോട്ട് നെസസറി. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അത് ഇങ്ങനെ തരും. ഇപ്പോ മൈ ബ്രദർ ഈസ് എ ഡോക്ടർ അല്ലെ? മൈ ബ്രദർ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞു അല്ലെ? പവിത, Yes, ma'am. അപ്പൊ മൈ ബ്രദർ ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോ ഇതില് എന്താണ് നമ്മൾക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിൽ തരുന്നുണ്ടോ? Yes, ma'am. കിട്ടുന്നുണ്ടോ? തരുന്നുണ്ട്. കിട്ടുന്നില്ലേ? കൂടുതലായിട്ട് തരുന്നുണ്ടോ? ഇല്ല അല്ലേ? There is not necessary, there is no need to give a more information അല്ലെ? ത്രൂ ദിസ് സെന്റൻസ് അല്ലെ? ഈ സെന്റൻസിലൂടെ നമുക്കൊരു എന്താണ് കൂടുതൽ ഇൻഫർമേഷൻസ് നൽകേണ്ടതുണ്ടോ അല്ലെ? ആവശ്യമില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദിസ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇസ് കോൾഡ് അല്ലെ? ഇതിനെയാണ് നമുക്ക് ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നെസസറി അല്ലെ? നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം തരുന്നുവെങ്കിൽ such type of sentence is called as ഡിഫൈനിങ്. എന്ത് പറയുന്നു? ഡിഫൈനിങ് ക്ലോസസ് ആണത്. എന്ത് ക്ലോസ് ആണത് ഫാത്തിമ? ഡിഫൈനിങ് ക്ലോസസ്. ഡിഫൈനിങ് ക്ലോസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ശ്രീകുട്ടി വേറൊരു ഡിഫൈനിങ് ക്ലോസിനുള്ള മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ, മറ്റൊരു സെന്റൻസ് പറഞ്ഞോളൂ. ഓക്കെ മാം, തെറ്റിട്ടോ അറിയില്ല, ജസ്റ്റ് നോക്കാം. I have a brother. അത് പറ്റും മാം? I have a brother. എനിക്കൊരു ബ്രദർ ഉണ്ട്. I have a brother എന്ന് പറഞ്ഞു അല്ലെ? കറക്റ്റ് ആണ് ശ്രീകുട്ടി. അപ്പൊ ഇതില് ഈ I have a brother എന്ന് പറയുമ്പോൾ ജൂബി വർഗീസ്, Yes, ma'am. If it gives a more information, we will get, അല്ലെ? നമുക്ക് എന്താണ് we will get any information, extra information. Is it giving extra information through this sentence? ഇതൊരു അങ്ങനെയുള്ള സെന്റൻസ് ആണോ എന്നാ ചോദിച്ചത് ഞാൻ. അല്ല. No, അല്ലെ? അങ്ങനെയാണെങ്കിൽ such type of sentence is called as
ഡിഫൈനിങ് ക്ലോസ് കേട്ടോ. അപ്പൊ ഡിഫൈനിങ് ക്ലോസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എന്താണ് എല്ലാവരും തമ്പിടുക. മനസ്സിലായെങ്കിൽ തമ്പിടുക, ഇല്ല എങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഇനി അപ്പൊ നോൺ ഡിഫൈനിങ്ങിലേക്കാണ് നമ്മൾ പോണത്. നോൺ ഡിഫൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നോൺ ഡിഫൈനിങ് ദാറ്റ് ഗിവ്സ് extra informations. If that is not necessary, അല്ലേ? എന്താണ് അത് എന്താണ് ആവശ്യമില്ലെങ്കിൽ പോലും എന്ത് തരുന്നു? That gives an extra information, അല്ലേ? That gives an extra information. Such type of sentence is called as a non-defining clause. With example is നേരത്തെ പറഞ്ഞ പോലെ my brother who lives in China is visiting my brother who lives in China is visiting for Xmas, അല്ലെ? ക്രിസ്മസ് അല്ലെ? ക്രിസ്മസിന് അല്ലെ നമുക്ക് ആവശ്യമുണ്ടോ? അത്രയും നമുക്ക് എന്താണ് നെസസറി അല്ലെങ്കിൽ പോലും അല്ലെ അത് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നിട്ടാണ് ആര് പോവുകയുള്ളൂ? നോൺ ഡിഫൈനിങ് സെന്റൻസ് പോവുകയുള്ളൂ അല്ലെ? ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റോ? രമ്യ, തെറ്റിയാലും പ്രശ്നമില്ല മക്കളെ, പറഞ്ഞു നോക്കൂ. ഇതേപോലെ അനദർ എക്സാമ്പിൾ. പറയൂ രമ്യ. രമ്യ സോറി മാം, ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. ഗൗരി, ഗൗരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഗൗരി. മാം ഒരു വട്ടം കൂടി പറഞ്ഞുതരോ? പറഞ്ഞുതരാമല്ലോ. നോൺ ഡിഫൈനിങ് സെന്റൻസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ആവശ്യമില്ലാത്ത നോട്ട് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടിയായിരിക്കുള്ളൂ എന്ത് വരുന്നത്, എന്തിന് വരുന്നത്? നോട്ട് ഡിഫൈനിങ് ക്ലോസില് വരുന്നത് അല്ലെ? അപ്പൊ ഞാൻ പറയാം, എന്റെ ബ്രദറ് അവൻ ചൈനയിലാണ്, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ക്രിസ്മസിന് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പറയാവുന്നതിലപ്പുറം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അയാളെ കുറിച്ച് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ മൈ ബ്രദർ ഇസ് എ ഡോക്ടർ അല്ലെ, എന്റെ ബ്രദർ ഡോക്ടറാണ് എന്ന് പറയുന്ന അത്രയും നിർത്തുകയല്ലാതെ അതിൽ കൂടുതലായിട്ട് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു? ഐ ഗിവിംഗ് മോർ ഇൻഫർമേഷൻസ് അബൌട്ട് ദാറ്റ് പേഴ്സൺ അല്ലെ? ആ വ്യക്തിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. ഇപ്പൊ ലതാ മങ്കേഷ്കർ അല്ലെ? ലതാ മങ്കേഷ്കർ എന്ന് പറയുന്നത് ആരാണ്? ഗായിക. ഒരു ഗായികയാണ് അല്ലെ? ലതാ മങ്കേഷ്കർ വെൽ നോൺ സിംഗർ ഇൻ ഇന്ത്യ അല്ലെ? ഇന്ത്യയിലെ വെൽ നോൺ സിംഗർ ആണ്. ആ വ്യക്തിയെ കുറിച്ച് അപ്പൊ നമ്മൾക്ക് അത്രമാത്രം എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തെന്നാണ് ആ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ? എന്തെന്നായിരുന്നു ആമിന? ആമിന, ഫാത്തിമ,
ഡിഫൈനിങ് ക്ലോസസാ ഏ മാം ഒരു വട്ടം കൂടി ചോദിച്ചേ എന്താ ക്വസ്റ്റ്യൻ? എന്താണ് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ എക്സാമ്പിള് ഡിഫൈനിങ് ക്ലോസസിന്റെ ആണ്. ലതാ മങ്കേഷ്കർ എന്ന് പറയുന്ന ഇത് ഷീസ് എ വെൽ നോൺ സിംഗർ അല്ലെ? സിംഗർ. വെൽ നോൺ സിംഗർ ഇൻ ഇന്ത്യയിലെ വെൽ നോൺ സിംഗർ ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കൂടെ അവരെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. ആരെ കുറിച്ച്? ലതാജിയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നു അല്ലെ? ഇനി കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെ, she was the winner of ഭാരതരത്ന അല്ലെ, ഭാരതരത്ന അല്ലല്ലോ, പത്മഭൂഷൺ അല്ലെ, പത്മശ്രീയോ കിട്ടിയേക്കണം അവർക്ക്? പത്മശ്രീയാണോ ഭാരതരത്നാണോ അവർക്ക് കിട്ടിയത്? പത്മശ്രീ അല്ലേ? പത്മശ്രീ അല്ലേ? പത്മശ്രീ അല്ലെ? അപ്പൊ അവർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഷി ഗോട്ട് പത്മശ്രീ അല്ലെ? അവർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ കുറിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ നമ്മൾക്ക് പറയണമെങ്കിൽ അതൊക്കെ പറയാം അല്ലെ? അതെല്ലാം നമുക്ക് ഇതിൽ ചേർത്ത് പറയുകയാണെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് എന്ത് കിട്ടി? We should get more information about that person അല്ലെ? അതിനെ ആ പേഴ്സണെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത്തരത്തിലുള്ള ക്ലോസിനെയാണ് നോൺ ഡിഫൈനിങ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി മനസ്സിലാവാത്ത എത്ര പേരുണ്ട്? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇല്ലെങ്കിൽ പറയാം. ഓക്കെ, അഭിന യെസ് മാം. പത്മശ്രീ അല്ല കേട്ടോ, പത്മഭൂഷണാണ്. പത്മഭൂഷണാണ്. പത്മശ്രീ അല്ലല്ലേ, പത്മഭൂഷൺ അല്ലേ? പത്മഭൂഷൺ ഭൂഷൺ. ഓക്കെ. ഇനി അഭിന, യെസ് മാം. കുറിച്ച് എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഡിഫൈനിങ് ക്ലോസിൽ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കേ. ഡിഫൈനിങ്ങോ നോൺ ഡിഫൈൻ? ഡിഫൈനിങ് ക്ലോസിൽ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ആദ്യം പറയുക. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റർ ഡിഫൈനിങ്ങിലാണ്. ഇനി നോൺ ഡിഫൈനിങ്ങിലൂടെ പറഞ്ഞേ. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ ആൻഡ് sorry ma'am. He is well-known batter. ഏതാണ്? He is well-known batter. He is well-known batsman എന്തെന്നാണ് പറയുന്നത്? Batman. ബോളർ അല്ലേ? അല്ല, ബാറ്റർ ആണ്. അല്ല, Batter man. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. ബോളർ ജസ്പ്രീത് ബുംറ അവരൊക്കെയല്ലേ ബോളർ? റിജോ. പറഞ്ഞോളൂ, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പറഞ്ഞോളൂ. അഭിന, ആരാണ് നേരത്തെ പറഞ്ഞത്? ആരാണ്? സച്ചിൻ ഈസ് എ ക്രിക്കറ്റ്. പിന്നെ
He is well-known batter, and he Ah. is from India. Indian cricketer. ഇന്ത്യൻ ക്രിക്കറ്റർ അല്ലെ? എന്തെല്ലാം നമുക്ക് നോൺ ഡിഫൈനിങ്ങിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ അദ്ദേഹത്തെ കുറിച്ച് അല്ലെ? അപ്പൊ എക്സ്ട്രാ ഇൻഫോർമേഷൻ ആരെ കുറിച്ച് നമുക്ക് കിട്ടി? സച്ചിനെ കുറിച്ച് സച്ചിനെ കുറിച്ച് കിട്ടി അല്ലെ? അതേപോലെ തന്നെ ഒരുപാട് നമ്മൾക്ക് എന്താണ് നമുക്കറിയാവുന്ന ആളുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ തന്നെ വെല്ലോൺ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും വേറെ ഏത് എക്സാമ്പിള്? ജോഫിൻ ജോഫിൻ പറഞ്ഞോളൂ. അതായത് നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോളൂ. ഡിഫൈനിങ്ങിലും പറയും നോൺ ഡിഫൈനിങ്ങിലാണെങ്കിലും ഒക്കെ എങ്ങനെ പറയുന്നു ഒന്ന് പറഞ്ഞു നോക്കൂ. Mammootty is a film actor. ഫിലിം ആക്ടർ. He is famous actor in Malayalam film industry. Okay. He's famous actually film industry. Malayalam film industry അല്ലെ? മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മോളിവുഡ് അല്ലെ? നമ്മൾ ചുരുക്കി പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. അത്ര ഇൻഫോർമേഷൻ എനിക്ക് തരാനുള്ളൂ അദ്ദേഹത്തെ കുറിച്ച് അല്ലെ? ഓക്കെ. he won Bharat Awards അല്ലെ? പത്മശ്രീ പത്മശ്രീ അല്ലെ? ഇതൊക്കെ കുറിച്ച് ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാം അല്ലെ? കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ that is called as defining non-defining clause അല്ലെ? എക്സ്ട്രാ ഇൻഫോർമേഷൻസ് എനിക്ക് മമ്മൂട്ടിയെ കുറിച്ച് കിട്ടി, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് കിട്ടി, ലതാജിയെ കുറിച്ച് കിട്ടി, അങ്ങനെ ഓരോ വ്യക്തികളെ കുറിച്ചൊക്കെ അല്ലെ? ഇപ്പൊ ഫേമസ് ആയ ആളുകളെ കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ എന്താണ് റിലേഷൻസിൽപ്പെട്ട വ്യക്തികളെ കുറിച്ചോ അല്ലെ? നമ്മുടെ അടുത്ത ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് പറയാം അല്ലെ? അവരെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ നോൺ ഡിഫൈനിങ്ങിലൂടെ പറയാനായിട്ട് പറ്റും. ഇനി ക്ലോസിനെ കുറിച്ച് അപ്പൊ നമ്മള് ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് ക്ലോസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഈ ക്ലോസ് എന്ന് പറയുമ്പോൾ ഈ ക്ലോസിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമുണ്ട് ക്ലോസ് എന്ന് പറയുമ്പോൾ. അതായത് ക്ലോസിലേക്ക് വരുമ്പോൾ ഒരു ക്ലോസില് 2 സെന്റൻസുകൾ വരികയാണെങ്കിൽ ആ ക്ലോസില് he came when I was studying. ക്ലോസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ എഴുതിയ സെന്റൻസ് എന്നാണ് he came when I was studying അല്ലെ? എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് അർത്ഥം? എന്താണ് ആൽബിൻ തോമസ്? അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഞ്ജലി ആരും ഇണ്ടാത്ത എന്താ? ആൻഡ്രൂ സോളമൻ? എന്താ മോനെ ഇതിന്റെ അർത്ഥം? എന്താണ് he came when I was studying? സ്റ്റഡി ചെയ്യപ്പോൾ അവൻ വന്നു. ഞാൻ പഠിക്കുമ്പോഴാണ് അവൻ വന്നത് അല്ലെ? അപ്പോ അങ്ങനെ എഴുതിയപ്പോഴ് ഞാൻ ആ സെന്റൻസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അല്ലെ? ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലോസ്, ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് he came അല്ലെ? he came എന്ന് ഞാൻ എഴുതി. പിന്നീട് അവിടെ നിന്ന് റിലേറ്റീവ് പ്രോണൗൺ വരുന്ന ആ എന്താണ് അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എന്താണ് സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, 2 ആക്കുകയാണ്. he came അല്ലെ? സെക്കൻഡ് ക്ലോസ് എന്താണ്? ഇപ്പോ when I was studying. എഴുതി അല്ലെ? അപ്പോ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ ആദ്യത്തെ
രണ്ടാമത്തെ ഇത് വായിക്കണം. രണ്ടാമത്തെ സെന്റൻസ് മായ്ച്ചു കളഞ്ഞു അല്ലെ? രണ്ടാമത്തെ സെന്റൻസ് ഞാൻ മാച്ചിട്ട് നിങ്ങളോട് പറയണം ഹി കെയിം അല്ലെ? ഹി കെയിം എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ? ആര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവിടെ ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. അല്ല, ആര് വന്നു എന്ന് പറയുമ്പോ നമുക്കൊരു ആൻസർ കിട്ടുന്നില്ല. ആരാണ് അവിടെ വന്നിരിക്കുന്നത്? അവൻ വന്നിട്ടുണ്ട് അല്ലെ? ആ അവൻ എന്ന് പറയുന്ന അത് അവർക്കറിയാവുന്ന ഒരാള് അല്ലെ? ഹി എന്ന് പറയുന്ന ആരോ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. ഹി കെയിം അല്ലെ? അവൻ വന്നു അല്ലെ? അവൻ വന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു മീനിങ് കിട്ടുന്നതാണ് അല്ലെ? അതായത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ അവിടെ വന്നിരിക്കും, കിട്ടിയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിരിക്കും. അതായത് എസ് പ്ലസ് വി പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ മൂന്നും കൂടി ചേരുമ്പോഴായിരിക്കും ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത് അല്ലെ? അവൻ വന്നു എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബും ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അല്ലെ? സബ്ജക്റ്റും വെർബും വന്നു കഴിഞ്ഞു അല്ലെ? അവൻ വന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇനി രണ്ടാമത്തെ സെന്റൻസ് ഞാൻ എഴുതിയാണ്. സെക്കൻഡ് സെന്റൻസ് ആയിട്ടുള്ള when I was studying എഴുതി. നിങ്ങൾ ഫസ്റ്റ് സെന്റൻസിനെ മറന്നു കളയുക. ഇപ്പൊ ഒന്ന് മാറ്റി വെക്കാം ഫസ്റ്റ് സെന്റൻസിനെ കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് സെന്റൻസ് വായിച്ചിട്ടേ ഇല്ല, നിങ്ങൾക്ക് അറിയില്ല. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. when I was studying എന്ത് സംഭവിച്ചു? when I was studying എന്ന് പറയുമ്പോൾ എന്താണ് ശ്രീകുട്ടി അവിടെ വരുന്നത്? മാം അവിടെ കറക്റ്റ് ആയ ഒരു ആൻസർ വരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് മാത്രമേ വരുന്നുള്ളൂ അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിൽ ഡൗട്ട്സ് വരും അല്ലെ? നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഒരു ചില ഡൗട്ട്സ് വരും. എന്ത് സംഭവിച്ചു? എന്താ അവിടെ സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ദേർ അല്ലെ? അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള ഒരു സംശയം നമ്മൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്കൊരു ആൻസർ കിട്ടത്തക്ക വിധത്തിലുള്ള ഒന്നും തന്നെ ആ സെന്റൻസില് ഇല്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ്. ഇത് സബ്ജക്റ്റ് വെർബ് ഓൾറെഡി ഓക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സെന്റൻസ് വായിച്ചാല് നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അല്ലെ? എസ് പ്ലസ് ബി കോംബോ അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും, സെക്കൻഡ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ സെന്റൻസ് അപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് വായിക്കണം അല്ലെ? ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ഹി കെയിം വെൻ ഐ വാസ് സ്റ്റഡിയിങ് എന്ന് തന്നെ. അപ്പോ ആര് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് സെന്റൻസ് നിൽക്കുന്നത്? ആര് ഡിപ്പെൻഡ് ചെയ്തിട്ടാ സെക്കൻഡ് സെന്റൻസ് വന്നിരിക്കുന്നത്? സെക്കൻഡ് സെന്റൻസിന്റെ റിലേറ്റീവ് പ്രൊനൗൺ അല്ല, ആര് ആ ഫസ്റ്റ് സെന്റൻസിൽ ഫസ്റ്റ് ക്ലോസ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ക്ലോസിന് ഇതാണല്ലോ സെക്കൻഡ് ക്ലോസ് എന്ന് പറഞ്ഞത്. ഈ ഫസ്റ്റ് ക്ലോസ് ഇല്ല എങ്കിൽ ആരില്ല? ആർക്ക് കംപ്ലീഷൻ ഇല്ല? സെക്കൻഡ് ക്ലോസ് കംപ്ലീറ്റ് ആവില്ല. മനസ്സിലായോ? ഉണ്ടോ മക്കളെ? ഇനി ആർക്കാ മനസ്സിലാവാത്തെ? ജോഫിൻ മനസ്സിലായോ? മനസ്സിലായി മാം. when I was studying അല്ലെ? അവൻ വന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ? അപ്പോ ഈ അവൻ വന്നു എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആണ് അല്ലെ? നമുക്ക് ഒരു ആൻസർ കിട്ടുന്നുണ്ട്. ആര് വന്നു എന്ന് ചോദിച്ചാല് നമുക്ക് ആൻസർ എന്ത് കിട്ടും? അവൻ എന്ന് ആൻസർ കിട്ടും അല്ലെ? പക്ഷേ when I was studying എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ what happened? എന്ത് സംഭവിച്ചു? what happened? ഉത്തരവുണ്ടോ നമുക്കവിടെ? ആൻസർ ഉണ്ടോ?
അപ്പൊ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇതിന് കംപ്ലീഷൻ വരണമെങ്കിൽ ആര് വരണം? ഫസ്റ്റ് ക്ലോസ് ആയ ഹി കെയും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയെന്ന് പറയാനായിട്ട് മീനിങ്ഫുൾ ആയെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഹി കെയിം വെൻ ഐ വാസ് സ്റ്റഡിങ് എന്ന് പറയുമ്പോഴാണ്. അപ്പോ ഫസ്റ്റ് ക്ലോസ് എന്നും സെക്കൻഡ് ക്ലോസ് എന്നും നമുക്ക് തരംതിരിക്കാം. ഈ സെക്കൻഡ് ക്ലോസിന് ആര് വേണം നിലനിൽക്കാനാണ്? ആര് വേണം നിലനിൽക്കണമെങ്കിൽ? ഫസ്റ്റ് ക്ലോസ് വേണം. അതുകൊണ്ട് ഫസ്റ്റ് ക്ലോസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നു. ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്. 3 തരത്തിൽ നമുക്ക് അതിനെ ഫസ്റ്റ് ക്ലോസിനെ പറയാം. ഫസ്റ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ഓർ മെയിൻ ക്ലോസ് ഓർ പ്രിൻസിപ്പൽ ക്ലോസ്. ഇനി രണ്ടാമത്തെ സെന്റൻസ് ആശ്രയിച്ചാ നിൽക്കുന്നത്? ഫസ്റ്റ് ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുന്നു അല്ലെ? അതുകൊണ്ട് സെക്കൻഡ് ക്ലോസ് എന്ത് ക്ലോസ് ആണ്? ഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ? അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. സെക്കൻഡ് ക്ലോസ് ഈസ് എ ഡിപെൻഡന്റ് ക്ലോസ് ഓർ സബോർഡിനേറ്റ് ക്ലോസ്. അതിന് താഴെ വരുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ സെക്കൻഡ് ക്ലോസ് ഈസ് ആൻ സബോർഡിനേറ്റ് ക്ലോസ് ഓർ ഡിപെൻഡന്റ് ക്ലോസ് എന്ന് നമുക്കതിനെ വിളിക്കാം. ഞാനൊരു എക്സാമ്പിൾ തരാം, അതൊന്ന് പറയണം കേട്ടോ. അയന ഷിബു, അയന ഷിബു, ഇബ്രാഹിം ബാദുഷാ, ആരും കേൾക്കാം. അടുത്ത കാർത്തിക ദാസ്, കാർത്തിക ദാസ്, കാർത്തിക ദാസ്. ഞാൻ പറയുന്ന കേൾക്കണുണ്ടോ? നിങ്ങള് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് മാം. ഉണ്ടല്ലേ? എന്നിട്ട് ആരും വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും നെറ്റ് പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലക്ഷ്മി, ലക്ഷ്മി ശങ്കർ, മിസ് മോനെ ഇതൊന്ന് ഫസ്റ്റ് ക്ലോസ് 2 ക്ലോസുകളാക്കി ഒന്ന് മാറ്റി ഇതിനെ. മെയിൻ ക്ലോസ് ദേ സാറ്റ് അണ്ടർ എ ട്രീ. ഓക്കെ, they sat under a tree first. Second clause subordinate clause after they had walked a very long distance. Very long distance. Okay. അപ്പോ സെക്കൻഡ് ക്ലോസ് ഏതാണ് ഫസ്റ്റ് ക്ലോസ് ഏതാന്ന് മനസ്സിലായില്ലേ ഇപ്പോ? ഓക്കെ അല്ലേ? യെസ് മാം. അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് ക്ലോസ് സെക്കൻഡ് ക്ലോസ് ഒക്കെ എന്താണ്? They sat under a tree അല്ലെ? ഒരു ട്രീയുടെ ചുവട്ടിൽ അവർ ഇരുന്നു അല്ലെ? എപ്പോഴാണ് ഇരുന്നത്? ആഫ്റ്റർ they had walked a very long distance അല്ലെ? ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് അവരവിടെ ഇരുന്നത് അല്ലെ? അപ്പോ ആദ്യത്തെ സെന്റൻസ് മാച്ച് കളയുകയാണെങ്കിൽ എന്ത് വരുന്നു? ആദ്യത്തെ സെന്റൻസ് നമ്മൾ കളയുകയാണെങ്കിൽ ഇതിന് പൂർണ്ണമായി നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ടോ? ആഫ്റ്റർ they had walked a very long distance എന്ന് പറഞ്ഞു അല്ലെ? ഒരുപാട് ദൂരം നടന്നിട്ടാണ് അവര് എന്ത് സംഭവിച്ചു? ഒരുപാട് ദൂരം നടന്നതിന് ശേഷം അവർക്ക് എന്താ സംഭവിച്ചത്? പലതും അല്ലേ? പല സംഭവങ്ങളൊക്കെ ആവാം അല്ലേ? ഇല്ലേ? നമുക്ക്
Yes, ma'am. They sat under a tree എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരൊരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവില്ല. അതാണ് ക്ലോസ് എന്ന് പറയുന്നത്. ജോഫിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ജോഫിൻ അല്ലല്ലോ, പറഞ്ഞോളൂ. Sumi wanted to give me a gift before I left for London. ഇതിന് ഫസ്റ്റ് ക്ലോസ് ഏതാണ്, സെക്കൻഡ് ക്ലോസ് ഏതാണ്? Sumi wanted to give. First clause. നമ്മളിവിടെ വന്നിരിക്കുന്ന എന്തനുസരിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്? നെഗറ്റീവ് പ്രോണൗൺസോ അല്ലെ? അല്ലെങ്കിൽ ചില പ്രിപ്പോസിഷൻ, ചില കാര്യങ്ങളൊക്കെ പ്രിപ്പോസിഷൻസോ അങ്ങനെ എന്തെങ്കിലും കൺജക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് അതിന്റെ തൊട്ട് മുന്നിൽ വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? Sumi wanted to give me. Give me a gift വരെ നമുക്ക് എന്ത് ചെയ്യാം? First clause. ഫസ്റ്റ് ക്ലോസ് ആണ് അല്ലെ? ഇവിടെ ബിഫോർ എന്ന് വന്നിരിക്കുന്നുണ്ടോ? Before. അവിടെ മുതൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അവിടെ നിന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടേക്ക് ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ എന്ന് പറയുന്നത് എന്തായി തീരും? സെക്കൻഡ് ക്ലോസ് ആയി തീരും കേട്ടോ. Yes, ma'am. ഇതൊന്ന് പറഞ്ഞു നോക്കിയ ലക്ഷ്മി അല്ലല്ലോ. നിതിന വിജേഷ്. Yes, ma'am. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് ക്ലോസ് ഏതാണ്, സെക്കൻഡ് ക്ലോസ് ഏതാണെന്ന്? Mary. Clear ആവുന്നില്ല മാം. Marie Curie is the woman who discovered. ഫസ്റ്റ് ക്ലോസ് ഏതാണ് മോനെ? Marie Curie is the woman. ഇത് ഫസ്റ്റ് ക്ലോസ് അല്ലേ? Yes. സെക്കൻഡ് ക്ലോസ് Who discovered. റേഡിയം മൂലകങ്ങളല്ലേ കണ്ടുപിടിച്ചത് മേരി ക്യൂറി? Yes, ma'am. അതാണ് സെക്കൻഡ് ക്ലോസ്. ഫസ്റ്റ് ക്ലോസും സെക്കൻഡ് ക്ലോസും നിങ്ങള് തിരിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇത്രയുള്ളൂ. റിലേറ്റീവ് പ്രോണൗണില് അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോ നമ്മുടെ പ്രോണൗൺസിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും കഴിഞ്ഞു കേട്ടോ. പ്രോണൗൺസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും എന്തെല്ലാം പഠിച്ചു നമ്മള്? പ്രോണൗൺസിലെ ഏതെല്ലാം കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്? റിലേറ്റീവ് പ്രോനൗൺസ് പഠിച്ചു, റെസ്പോക്കൽ പ്രോനൗൺ, റെസിപ്രോക്കൽ പ്രോനൗൺ, ഇന്ററഗേറ്റീവ് പ്രോനൗൺ, ഡിസ്ട്രിബ്യൂട്ടഡ് നോൺ സോറി ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. റിഫ്ലെക്സീവ്, പേഴ്സണൽ പ്രോനൗൺ അല്ലേ? പൊസസീവ്,
റിഫ്ലെക്സീവ് relative pronouns, emphatic pronouns അല്ലെ? ഇതെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് പിന്നെ ഇൻഡെഫിനിറ്റീവ് interrogative pronouns. Yes. ഇതൊക്കെ നമ്മള് റിലേറ്റീവ് പ്രോണൗൺസ് ഇതെല്ലാം നമ്മള് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാത്തിനും ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു എന്താണ് എല്ലാവരും പഠിച്ചിട്ട് വരാം. ഇത്രയും പ്രോണൗൺസിന്റെ ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്കൊരു എന്താണ് ചെറിയൊരു എക്സാം പോലെ, അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അത് നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ആൻസർ തരുമ്പോൾ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് എത്രയെന്നൊന്ന് പറയണം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയിട്ടൊക്കെ ക്ലാസ്സിൽ കയറുക കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? Okay, ma'am. പിന്നെ അടുത്ത ഇതിലേക്ക് മാം നെക്സ്റ്റ് ക്ലാസ്സിലാണോ? അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതിൽ കേട്ടോ. ഓക്കെ. എല്ലാവരും തയ്യാറായിട്ട് വരിക. ഇനി അടുത്തത് ആരെ കുറിച്ചാ പഠിക്കാൻ പോണത്? നമ്മുടെ അടുത്ത ആളാണ് വെർബ് എന്ന് പറയുന്നത് കേട്ടോ. വെർബ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെർബിനെ അറിയാലോ എല്ലാവർക്കും അല്ലെ? എന്താണ് വെർബ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്? Action word. ഒരു ആക്ഷൻ വേർഡ് ആണ് അല്ലെ? വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ വെർബിനെ കുറിച്ച് മറ്റൊന്നുണ്ട്. ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കാണിക്കുന്നത് ആരാണ്? ഈ വെർബാണ്. ഒരാൾ എന്താണോ അത് ആ അവസ്ഥ അതാണ്. ഇതിനടുത്ത് ഞാൻ അഡ്ജക്റ്റീവ് എടുത്തോ മക്കളെ? No. അഡ്ജക്റ്റീവ് എടുത്തിട്ടില്ല. അഡ്ജക്റ്റീവ് എടുത്തിട്ട് പോകാട്ടോ വെർബിലേക്ക്, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കി അവിടെ കിടക്കും. എന്താ നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വെർബ് അങ്ങനെ പോകാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് നിൽക്കട്ടെ കേട്ടോ. അഡ്ജക്റ്റീവിലേക്ക് പോകട്ടോ. സോറി കേട്ടോ, ഞാൻ അഡ്ജക്റ്റീവിലേക്ക് പോകണം കേട്ടോ. അഡ്ജക്റ്റീവ് എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെ? അഡ്ജക്റ്റീവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ എല്ലാവരും? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നൗണിനെ വിശേഷിപ്പിക്കുന്നത്. വെരി ഗുഡ്. നൗണിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെ? അല്ലെ? നീ എത്ര മനോഹരിയാണ് എന്ന് പറയുമ്പോഴല്ലേ, നീ എത്ര മനോഹരിയാണെന്ന് പറയുമ്പോൾ അവിടെ ആ നീയെ എന്ത് ചെയ്യുന്നു? എന്തായിട്ട് ഉപമിക്കുന്നു? മനോഹരിയായിട്ടല്ലേ? ആ പെൺകുട്ടി എത്ര സുന്ദരിയാണ് എന്ന് പറയുമ്പോഴല്ലേ? ഇല്ലേ അപർണ എത്ര സുന്ദരിയാണ് അപർണ? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? അപർണയെ കുറിച്ച് എന്ത് പറഞ്ഞു? അപർണ സുന്ദരിയാണ് എന്ന് പറയുന്നു അല്ലെ? അപർണ ഇറ്റ്സ് എ പ്രെറ്റി ഗേൾ എന്ന് പറയുന്നു അല്ലെ? അപർണ നല്ലൊരു പ്രെറ്റി ആയിട്ടുള്ള ഗേൾ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപർണ എന്ത് ചെയ്യുന്നു? അപർണ എന്ന നാമത്തെ ഞാൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു? I describe that noun അല്ലെ? മോഡിഫൈ അല്ലെ? ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നു, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഏതൊരു പ്രോനൗൺ ആയിക്കോട്ടെ, നൗൺ ആയിക്കോട്ടെ, അതിനെ ഞാൻ മോഡിഫൈ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ആസ് an adjective അല്ലെ? അതിനെയാണ് നമ്മൾ adjective എന്ന് പറയുന്നത് അല്ലെ? ഇപ്പോ എന്താണ്? റെഡ് റോസസ് അല്ലെ? ചുവന്ന റോസാപ്പൂക്കൾ എന്ന് പറയുമ്പോ ഞാൻ ഈ റോസാപ്പൂക്കളെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? റെഡ് അല്ലെ? ചുവന്ന റോസാപ്പൂക്കൾ എന്ന് ഞാൻ വിശേഷിപ്പിച്ചു അല്ലെ? ഇങ്ങനെ ഇനി ഹാപ്പി അല്ലെ? ഷീസ് വെരി ഹാപ്പി അല്ലെ? അവള് സന്തോഷവതിയാണ്. ഇപ്പോൾ അവൾ എങ്ങനെയാണ്? ഇപ്പോൾ സന്തോഷവതിയാണ് അല്ലെ? ഷീസ് വെരി ഗുഡ് അല്ലെ? അവള് നല്ല കുട്ടിയാണ്. ഷീസ് എ വെരി ഗുഡ് ഗേൾ അല്ലെ? അപ്പോ നല്ലൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ള വിശേഷണം ഈ നൗണിന്റെ ഉപയോഗത്തിനനുസരിച്ച്, നൗണിന്റെ യൂസസ് അനുസരിച്ച് ഈ അഡ്ജക്റ്റീവിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്
attributive adjective and predicative adjective. എന്തൊക്കെയാണ് നിതിൻ? എങ്ങനെയൊക്കെയാണ് ഞാൻ നൗണിനെ വേർതിരിച്ചത്? എന്തൊക്കെയായിട്ടാണ് നൗൺ ഈസ്? नितिन राजन, तू कहाँ गया? तू कहाँ है नितिन? ക്ലാസ്സിൽ ഹിന്ദിയൊക്കെ പറയല്ലേ? നിതിൻ, എന്താ ആരും വിളിച്ചിട്ട് വിളി കേൾക്കാത്തെ? നൂറ നാസർ, നൂറ. ഓക്കെ, നൗണിനെ നമുക്ക് ആട്രിബ്യൂട്ടീവ് നൗൺ എന്നും പ്രെഡിക്കേറ്റ് നൗൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതില് ആട്രിബ്യൂട്ട് നൗൺ എന്ന് പറയുന്നത്, ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി നൗണിന്റെ തൊട്ട് മുന്നിലായിട്ട് അഡ്ജക്റ്റീവ് പ്രയോഗിച്ചാൽ, അല്ലെ, നൗണിന് തൊട്ട് മുമ്പെയാണ് അഡ്ജക്റ്റീവ് എങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസ് ആണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ സെന്റൻസ് എന്തിനായിരിക്കുള്ളൂ? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സിലെ ആയിരിക്കുള്ളൂ, അല്ലെ? This is spicy food, അല്ലെ? അപ്പോ ഞാൻ ഫുഡിനെ എന്തായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? ജൂബി, ഇവിടെ ഫുഡിനെ എന്തായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? അല്ലെ? ഫുഡ് എന്ന നൗണിനെ എന്ത് അഡ്ജക്റ്റീവ് സ്പൈസി ആണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു, അല്ലെ? ഈ സ്പൈസി ആയതുകൊണ്ട്, അല്ലെ? അപ്പൊ ഈ നൗണിന് തൊട്ട് മുന്നെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ചേർത്തത്, സ്പൈസി എന്നുള്ള അഡ്ജക്റ്റീവ് ചേർത്തുവെങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസ് ആണ് ആട്രിബ്യൂട്ടീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ് ആണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവില് അതില് നൗണിന്, അല്ലെ, എന്താണ്, വെർബിനോട് ചേർന്നായിരിക്കും ആര് വരുന്നത്? അഡ്ജക്റ്റീവ് വരുന്നത്, കേട്ടോ. വെർബിനോട് ചേർന്നായിരിക്കും അഡ്ജക്റ്റീവ് വരുന്നത്. വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഷാലി വാസ് ഫാറ്റ്, അല്ലെ? ഷാലി വാസ് ഫാക്ട്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വെർബ് എവിടെ? വെർബ് ഏതാ? വാസ്, അല്ലെ? ഇതാണ് വെർബ് എന്ന് പറയുന്നത്, അല്ലെ? ആ വെർബിന്റെ കൂടെ ഞാൻ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്ട് ചേർത്തു, അല്ലെ? ഷാലി വാസ് ഫാക്ട്, അല്ലെ? ഷാലിക്ക് ഭയങ്കര വണ്ണമായിരുന്നു, അല്ലെ? തടിച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്. ഷാലി വാസ് ഫാക്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ വെർബിന്റെ കൂടെ എന്ത് വരുന്നു? അഡ്ജക്റ്റീവ് വരുന്നു, അല്ലെ? ഷീ ഈസ് ഹംഗ്രി, അവൾക്ക് വിശക്കുന്നു, അല്ലെ? അപ്പൊ ഇവിടെ വെർബ് ഏതാ? അല്ലെ? ഈസ് എന്ന വെർബ്, അല്ലെ? ഇതില് ഏതാ? ഇവിടെ ഹംഗ്രി എന്നതാണ് അഡ്ജക്റ്റീവ് ആയി വരുന്നത്. അപ്പോ വെർബിന്റെ തൊട്ട് പുറകെ ആയിട്ടായിരിക്കും ആര് വരുന്നത്? അഡ്ജക്റ്റീവ് വരുന്നത്. ഓക്കെ ആയോ? മീനു ബിജു? അപ്പോ ആട്രിബ്യൂട്ടീവും പ്രെഡിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഡ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന നൗണിന്റെ മുന്നിലാണ് ആട്രിബ്യൂട്ട് ചേർക്കുക.
അതുപോലെ വെർബ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് ചേർക്കുന്നതാണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. Predicative adjective എന്ന് വേണം. Okay, very good കേട്ടോ. താങ്ക് യു മാം. Congratulations. ഇതിനകത്ത് അഡ്ജക്റ്റീവില് ആട്രിബ്യൂട്ട് ഏതാണ്, പ്രെഡിക്കേറ്റീവ് ഏതാണെന്നൊന്ന് പറയണം കേട്ടോ. ഇത്രയും പറഞ്ഞാൽ മതി. ഒന്ന് പ്രസീത സുജിത്. പ്രസീത സുജിത്. പ്രസീത. രജനി. യെസ് മാം. പ്രസീത അപ്പൊ വന്നു അപ്പോഴേക്കും. പ്രസീത രജനിയെ ട്വീറ്റ് ചെയ്തോളൂ. പ്രസീത, ഇതിനകത്ത് മോനെ ഏതാണ് ആട്രിബ്യൂട്ടീവും പ്രെഡിക്കേറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് എന്ന് ഓരോ സെന്റൻസ് വെച്ചിട്ടൊന്ന് പറഞ്ഞു തന്നെ. This boss is heavy. അത് predictive. Ooty is a beautiful city. അത് attributive. He is a nice person. Attributive. Okay. ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. രജനി, ഇതൊന്ന് പറയൂ. I saw hungry dog. So hungry. അതേതാണ്? പ്രെഡിക്കേറ്റീവ് ആണോ? Predicative. പ്രെഡിക്കേറ്റീവ്. This is a red flower. Attributive. She is a pretty girl. Attributive. Okay. Very good. Very good.
അപ്പോ ഇനിയുണ്ട്, ഇതിനെ 8 ടൈപ്പായിട്ടാണ് നമ്മുടെ അഡ്ജക്റ്റീവ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. 8 ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, adjective of quality, adjective of quantity, adjective of number, demonstrative, interrogative, distributive, proper and possessive. അങ്ങനെ 8 ടൈപ്പായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് adjective of quantity. അടുത്തത് adjective of quality. അടുത്തത് adjective of numerals. അടുത്തത് or numbers കേട്ടോ, numerals or number കേട്ടോ, demonstrative, interrogative, distributive, proper and possessive. നമ്മൾ പ്രോനൗണിൽ പഠിച്ചില്ലേ കുറെ, ഡെമോൺസ്ട്രേറ്റീവ് എന്നും ഇൻട്രോഗേറ്റീവ് എന്നും ഡിസ്ട്രിബ്യൂട്ടീവ് എന്നും പ്രോപ്പർ എന്നും പൊസസീവ് എന്നും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ നമ്മള്? അതേപോലെ തന്നെയാണ് ഇവിടെയും എന്തുള്ളത്, ഇതിനെ 8 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലാകാത്തത് ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, ആ 8 ടൈപ്പ് ഒന്നുകൂടെ പറയാമോ? പറയാം. ഒന്ന്, adjective of quality. ക്വാളിറ്റി ആണ് കേട്ടോ. പിന്നെ adjective of quantity. മൂന്ന്, adjective of number. 4, demonstrative. 5, interrogative. 6, distributive. 7, മനസ്സിലാവുണ്ടോ? ഇവിടെ എഴുതിയിട്ട് മാച്ചളയാം. 7, 6 ഡിസ്ട്രിബ്യൂട്ടീവ്. 7 പ്രോപ്പർ. 8 പൊസസീവ്. അങ്ങനെ 8 ടൈപ്പാണ് എന്തുള്ളത്, അഡ്ജക്റ്റീവ്സിനെ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഇനി ഇതില് നേരത്തെ പഠിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ടീച്ചറെ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് കൂടി ഒന്നൊരു പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയാണ് ടീച്ചറെ കുറച്ചും കൂടെ ഒന്ന് ഇത്. ഞാനൊരു അഭിപ്രായം പറയട്ടെ. പറഞ്ഞു മാം. ഇന്നിപ്പോ ഒരു ദിവസം പഠിപ്പിക്കുന്നത് ഒരു കാര്യത്തിനെ കുറിച്ചിട്ടല്ലേ? ഇപ്പം അഡ്ജക്റ്റീവ് ക്വാളിറ്റി എന്നുള്ളത് മാത്രമായിരിക്കും ഇന്ന് എടുക്കുന്നത്. അപ്പോഴത്തേക്കും 8 ടൈപ്പ് കഴിയുമ്പോഴത്തേക്കും 8 ദിവസമാവും. അപ്പൊ ഒരു 2-3 എണ്ണം ഒരുമിച്ച് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
adjective അതിനെ കുറിച്ച് 8 ടൈപ്പുകളെ കുറിച്ച് ഒരുപാടില്ല നമുക്ക് ശ്രീജ. അത് ഞാൻ ഒരുപാട് പഠിപ്പിക്കില്ല അതിനെ കുറിച്ച്. മാം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് മാം. പഠിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് നമുക്കിങ്ങനെ എന്താണെന്ന് ഓർത്തെടുക്കേണ്ടി വരുന്നുണ്ട്. അതെ, അത് ശരി. നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമല്ലോ, താരതമ്യപ്പെടുത്താൻ പറ്റുമല്ലോ. 2-3 ഒരുമിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ താരതമ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ടാ എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഓക്കെ അത് സമ്മതിച്ചു. ഇപ്പൊ ഞാൻ റിലേറ്റീവ് ക്ലോസുകളെ കുറിച്ച് എടുത്തു അല്ലെ. പക്ഷെ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് അത് കഴിഞ്ഞ് പിന്നെ അഡ്ജക്റ്റീവ് എടുത്തു അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ അഡ്ജക്റ്റീവ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്നല്ലേ പറയുന്നത് ശ്രീജ? അതെ മാം, അതെ മാം. ഓക്കെ. ഇനി സജഷൻസ്? വേറെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉൾപ്പെടുത്തണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇംഗ്ലീഷിലെ ടീച്ചറെ ഇങ്ങനെ ഒരു മാറ്റം പറ്റി കഴിഞ്ഞാല് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ടീച്ചറെ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോട് പറയാം. മറ്റണമെങ്കില് ഞാൻ അതേപോലെ ഇപ്പൊ ശ്രീജ അഭിപ്രായം ഒക്കെ ഞാനത് അംഗീകരിച്ചു. ഇനി അടുത്തത് ആർക്കെങ്കിലും പറയാനെങ്കിൽ പറയാട്ടോ. ഇല്ല, അപ്പൊ ഒന്നും പറയാനില്ല, ഇതേപോലെ പോയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണോ? എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. നിങ്ങള് ഈ ക്ലാസ്സില് ഇപ്പൊ 2 പേര് ഒരു വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരാള് മലയാളത്തിൽ പറഞ്ഞിട്ട് അയാൾ മറ്റേ ആൾ ഇംഗ്ലീഷിലാക്കി സംസാരിക്കുന്നതിന് ആർക്കെങ്കിലും ഒരു ഇതുണ്ടോ? അങ്ങനെ നമുക്ക് പഠിച്ചാല് അങ്ങനെ പഠിക്കുന്നതിന് ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയാണോ അല്ലയോ അത്? ഇംഗ്ലീഷ് പ്രൊഫഷൻസി നമുക്ക് കൂട്ടാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ശ്രീജ എന്ത് പറയുന്നു? അത് ഓക്കെയാണ് മാം. ബട്ട് നമ്മൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നൊരു പ്രശ്നമല്ലേ? ആയിരിക്കാം. അതാ അപ്പോ ഇങ്ങനെ നമ്മള് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കേണ്ട വരും. ബട്ട് മാം പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ട് ഉള്ള കാര്യമാണ്. കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അതെ, മാം ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉള്ള കാര്യമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഒരു ന്യൂസൻസ് ആവോ എന്നുള്ളതാണ്. അതാണ് ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് ആലോചിക്കാം നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ പറയേണ്ടി വരും. എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തന്നെ പഠിക്കേണ്ടി വരും. എന്നാൽ മാത്രമല്ല ഇവിടെ പേര് വിളിക്കുമ്പോ പലരും വരാത്ത തന്നെ പേടിച്ച് എന്തെങ്കിലും ചോദിച്ചാ പറയാൻ അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോഴേ നമുക്കത് പഠിയുള്ളൂ. അതന്നെ. അതാണ്. അതിനാണ് ഞാൻ ഈ പേരെടുത്ത് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവർക്കും തന്നെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് നമുക്കറിയാത്ത കാര്യം നമ്മളത് സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടും. അറിയാത്ത അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുമ്പോഴായിരുന്നു നമുക്കത് ഓർമ്മ കിട്ടുന്നത്. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നവർക്കും നന്നായിട്ട് ഓർമ്മ കിട്ടും. അതിനാണ് 2 പേര് വരിക എന്ന് പറഞ്ഞത്. അപ്പൊ അവര് വേണ്ട വീഡിയോ ആൻഡ് ഓഡിയോ ഒന്നും നമുക്ക് വേണ്ട. എന്താണ് ഓഡിയോ മാത്രം മതി നമുക്ക്. എന്നിട്ട് അവര് പറയുക, മറ്റേ ആൾ എന്ത് ചെയ്യാം അത് സംസാരിക്കാം. അത് അവർ കേൾക്കുമ്പോഴും അവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നില്ലല്ലോ. മാം ഇതിനകത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ളവര് ജോലിയുള്ളവര് അങ്ങനെയൊക്കെയുള്ള. അപ്പൊ പിന്നെ ചിലരെ ക്ലാസ്സിൽ കാണത്തുള്ളൂ, ചിലര് ചിലപ്പോ ഓണാക്കി വെച്ചിട്ട് വല്ലടോ ആയിരിക്കും. സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉള്ളവര് നന്നായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ടുള്ളവര് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കുക, കൈകാര്യം ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരും ഓർത്ത് വെക്കുക, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നമ്മള് ഇത്ര എടുത്ത കാര്യങ്ങളൊക്കെ ഇത്ര എടുത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാ നോക്കിയിട്ട് വരിക.
നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ നടത്തുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ. ഇതൊക്കെ പനിയൊക്കെ മാറിയോ? മാറി. ഓക്കെ ഓക്കെ മാം. താങ്ക് യു. ഓക്കെ മാം താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ.